നിവിൻ പോളിയുടെ പ്രതിച്ഛായ സിനിമേന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. നമുക്ക് നിമിഷമില്ലാതെയായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുദീപ് ചാനൽ. പ്രതിച്ഛായ 2-ാം ദിവസം ആവുകയാണ്. തിയേറ്ററുകളിലെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണോ ചോദിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ആവറേജ് ഉണ്ട്. ഒരു മിക്സ്ഡ് ആയ അഭിപ്രായങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പ്രതിച്ഛായ സിനിമയെ കുറിച്ച്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. പടത്തിന്റെ കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് കേരളത്തിൽ ടോട്ടൽ 2 ദിവസം കൊണ്ട് 1,39,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കർണാടകയിലെ സിനിമയ്ക്ക് 12 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് 6 ലക്ഷം. പിന്നെ തെലുങ്ക് സ്റ്റേറ്റിലൊക്കെ സിനിമയ്ക്ക് 1,25,00,000 1.25 ലക്ഷമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 3.25 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് ഡൊമസ്റ്റിക് ആയിട്ട് 1,61,00,000. ഇനി ഓവർസീസ് ആണ്. ഇന്ത്യയുടെ വെളിയിലെ സിനിമയുടെ കളക്ഷൻ ആണ്. ഇന്ത്യയുടെ വെളിയിലെ സിനിമയ്ക്ക് 1 കോടി പോലും കളക്ഷൻ കാണാൻ സാധിക്കുന്നില്ല. 37.90 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ വെളിയിലെ മാർക്കറ്റിൽ. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 1,99,00,000. 2 കോടി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പ്രതിച്ഛായ സിനിമയിൽ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് 2 ദിവസം കൊണ്ട് കേരളത്തിലെ ഷെയർ കളക്ഷൻ ആയിട്ട് പടത്തിന് 68 ലക്ഷത്തിനടുത്താണ് അപ്രോക്സിമേറ്റ് കാണുന്നത്. വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ സിനിമയ്ക്ക് 81 ലക്ഷമായിട്ട്. എന്തായാലും ഇപ്പൊ തന്നെ സിനിമയ്ക്ക് വളരെ മോശമായ ഒരു സ്റ്റാർട്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു മോശമായ ഒരു ഓപ്പണിംഗ് ആണ്. എന്തായാലും കാത്തിരിക്കേണ്ടി ചെയ്യും നമുക്ക് പ്രതിച്ഛായ സിനിമയുടെ കൂടുതൽ കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളിൽ. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക.